ഭക്ഷണം ഇരട്ടി കഴിക്കണമെന്നൊക്കെ പറയുന്നതേ ചിലർ തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നത് അഞ്ജു. അതെന്താന്ന് വെച്ചാൽ സാധാരണ മുള്ള ആഹാരം നീ ഇനി കുറേശ്ശായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കണം. അതായത് ഒരു 9 മണിയാകുമ്പോഴേക്കും കുറച്ച് കഴിക്കാം, പിന്നെ ഒരു 11 മണിയാകുമ്പോഴേക്കും കുറച്ച് കഴിക്കാം, 2 മണിയാകുമ്പോഴേക്കും കഴിക്കാം, 5 മണി 7 മണി ഇനി വേണം കഴിക്കാം. ഓ, അങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ടാ ചിലർ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറയുന്നത്. ഓഹോ, അതായിരിക്കും കൺമണി അങ്ങനെയൊക്കെ പറഞ്ഞത്. ആയിരിക്കും. ആ പിന്നെ ശിവനോട് ബി പി ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷീൻ മേടിച്ചു വെക്കാൻ പറയണം. അറിയാലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബി പി കൂടാറുണ്ടായിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ജയന്തിച്ച് ഓരോ പരിദോഷണ ബോംബ് കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ട് പോയിട്ടല്ലേ. ആ പുള്ളിയുടെ ചെലവായതുപോലെ എന്റെ അടുത്ത് ജയന്തിച്ചിയുടെ അഭ്യാസം ഒന്നും ചെലവാവില്ലെന്ന് ദേവിച്ചിക്ക് അറിയാലോ. പിന്നെ അടുത്ത മാസം, അതായത് 5-ാം മാസത്തിൽ അനുമതി സ്കാൻ ചെയ്യണമെന്ന് സ്നേഹ ഡോക്ടർ പറഞ്ഞത് മറക്കരുത്. ഞാൻ പറഞ്ഞാലും ദേവിച്ച് മറക്കില്ലല്ലോ, പിന്നെന്താ? എന്താ ദേവിച്ച് ആലോചിക്കുന്നത്? ഒന്നുമില്ല അഞ്ജു. ഇതാണ് ദേവിച്ച് ഈ സമയത്ത് ഹോട്ടലിൽ വരുന്നത്. വീട്ടിലേക്ക് വേണ്ട പലചരക്കുകളുടെയും പച്ചക്കറികളുടെ ലിസ്റ്റ് ഏട്ടനെ വിളിച്ച് പറഞ്ഞ അനുസരിച്ചുള്ള സാധനങ്ങൾ. ഇതെന്തിനാ ദേവിച്ച് ഇത്രയധികം സാധനങ്ങളുടെ ലിസ്റ്റ് വലിയ വിളിച്ച് പറഞ്ഞത്? ഇതിപ്പോ 2-3 മാസത്തേക്കുള്ള ഐറ്റംസ് ഉണ്ടല്ലോ. മൊത്തത്തിൽ ആവശ്യമുള്ള എടുത്ത് ഒരുമിച്ച് വെച്ചാ പിന്നെ എപ്പോഴും കടയിലേക്ക് വിടാനോ വിളിച്ചു പറയാനോ നിൽക്കണ്ടല്ലോ. എന്നാ നോക്കി നിൽക്കാതെ പിടിക്കും, എല്ലായിടത്തും സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെക്കാം. ഞാനിവിടെ കൊണ്ടേ വേണ്ട, നീ ആരോടൊന്നും പിടിച്ചു പോകണ്ട, ഇത് ഞങ്ങൾ എടുത്ത് വെച്ചോളാം. എന്റെ അടുത്ത് കിടന്നാലും മോള് സുഖമായിട്ട് ഇറങ്ങുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ? ഓ, ഇന്ന് എന്തെങ്കിലും ചോദിച്ചാ അതേ തോന്നിക്കൽ വഴക്കാൻ കാത്തിക്കായിരുന്നു. അതിനിപ്പോ വഴക്കിടാൻ മാത്രം എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പുറത്ത് ഓട്ടം വരുന്ന ശബ്ദം കേട്ടല്ലോ, ആര് വന്നത്? ആരും വന്നതല്ല, വീട്ടിലേക്കുള്ള പലചരക്കും പച്ചക്കറിയൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞ് ഏട്ടനെ വിളിച്ച് ഒരു വലിയ ലിസ്റ്റാ കൊടുത്തത്. ഏതാണ്ടിന് 1 മാസത്തേക്ക് ഒന്നും വാങ്ങേണ്ടി വരില്ലെന്നാ തോന്നുന്നത്. അല്ല, ഓട്ടോയുടെ ശബ്ദം കേട്ടിട്ട് നീ തോമത്തേക്ക് വരായിരുന്നു. ഏട്ടത്തെ 5 ഞാനും കൂടിയാ എല്ലാം കൂടി സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെച്ചത്. അതിനിപ്പോ ഇങ്ങനെ 1 മാസത്തേക്കുള്ള സാധനം കൊണ്ടുവരുന്ന കാര്യം എനിക്കറിയും. കണ്ണനെ പോലെ നീ ഇങ്ങനെ മുറി കയറിയെന്ന് ഫോൺ കുത്തിക്കൊണ്ടിരിക്കാതെ അകത്തേക്ക് ചെന്ന് ഏട്ടത്തിയോട് എന്തെങ്കിലും ചോദിക്കും പറയുക ചെയ്യും. പിന്നെ കഴിഞ്ഞ ദിവസം മനസ്സുണ്ടാ ബാലേട്ടനെ എടുത്തിയും നമ്മുടെ മോളുടെ ഒരു കാര്യങ്ങൾ ഇടപെടില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ഏട്ടത്തിക്ക് അതിന് കഴിയും തോന്നുന്നുണ്ടോ? ബാലേട്ട് അങ്ങനെ പറഞ്ഞപ്പോ എതിർത്ത് പറയാൻ കഴിയാത്തോണ്ടായിരിക്കും എടുത്തി ഒന്നും പറയാതെ പൊട്ടിക്കറിഞ്ഞത്. ഇപ്പോഴും ആ സങ്കടത്തിൽ തന്നെ ആയിരിക്കും എടുത്തി. ഏട്ടന്റെ വാക്ക് ധിക്കരിക്കാൻ വയ്യ, മോളെ കാണാതിരിക്കാനും വയ്യ എന്നുള്ള ധർമ്മസങ്കടത്തിലായിരിക്കും. അതിനുശേഷം ഏട്ടത്തെ കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. എന്നിട്ട് നീ കണ്ട് സംസാരിച്ചപ്പോ ഞാൻ പോയി സംസാരിച്ചിട്ട് ദയവെടുത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തിരുന്നല്ലോ. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കാനൊന്നും ഏട്ടത്തിക്ക് കഴിയില്ല. എല്ലാവരും സ്നേഹിക്കാനല്ലാതെ വെറുക്കാനോ അകന്ന് മാറി നിൽക്കാനൊന്നും ഏട്ടത്തിക്ക് കഴിയില്ലെന്ന് നിനക്കറിയില്ല. അപ്പോ അതുകൊണ്ട് നീ ഏട്ടത്തിയോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കണം. അല്ലെങ്കിലും നീ എന്തെങ്കിലും പറഞ്ഞ് മേലെ എഴുതി നോക്കാതെ പൊട്ടിത്തെറിക്കെങ്കിലും ചെയ്തത് തെറ്റായി പോയി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാപ്പ് പറയാൻ മടിയില്ലാത്ത കൂട്ടത്തിലാണെന്ന് ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ? സംസാരിക്കാം, പക്ഷെ ഉടനെ ചെന്ന് മാപ്പ് പറയാനൊന്നും വയ്യ. പെട്ടെന്ന് സംസാരിച്ചിട്ട് ഇനി പുതിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാ അതിന്റെ പടി ഞാൻ തന്നെ കേൾക്കേണ്ടി വരുമല്ലോ. ഇവിടെ തമ്പിയുടെ മോള് തന്നെ സ്വന്തം തെറ്റ് സമ്മതിക്കാൻ പെട്ടെന്നൊന്നും തയ്യാറാവില്ലല്ലോ. നീ എന്താ കാര്യം ആലോചിക്കുന്നത്? അല്ല അതിനെ നീ എന്താ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കായിരുന്നു? ഞാൻ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് സെർച്ച് ചെയ്തോണ്ടിരിക്കും. നീ എന്താ ജോലിക്ക് പോകുന്ന തീരുമാനിച്ചോ? എന്താ എനിക്ക് ജോലിക്കാൻ പാടില്ലെന്നുണ്ടോ? എന്താ നീ നോക്കുന്നത്? ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന പല ജോലികളുണ്ട്. എന്തായാലും നീ ജോലിക്ക് പോകുന്നത് മാത്രം വിശ്വസിച്ച് കാത്തിരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ദേവിച്ചിക്ക് മൊത്തത്തിൽ എന്തൊരു മാറ്റം വന്നിട്ടുണ്ട് ശിവേട്ടാ. എന്ത് മാറ്റം വന്നായി പറയുന്നത്? അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. 7-ാം മാസത്തിലെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാൻ വന്നാ ഞാൻ പോയില്ലാന്ന് പറഞ്ഞപ്പോ അത് ശരിയല്ലാന്നും പോയേ പറ്റുന്നൊക്കെ നിർബന്ധിച്ച പറഞ്ഞത്. അതിനാണോ വലിയടത്തേക്ക് ആകെ മാറ്റം വന്നെന്ന് പറഞ്ഞത്? അത് മാത്രമല്ല, ഇന്ന് ശിവേട്ടനോടെ ബി പി ചെക്ക് ചെയ്യാൻ ഒരു മെഷീൻ വാങ്ങി വെക്കാൻ പറയണമെന്നും അടുത്ത മാസം സ്നേഹ ഡോക്ടർ പറഞ്ഞ അനുമതി സ്കാൻ നടത്തുന്ന കാര്യം മറക്കരുതെന്നും പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞാലും ദേവിച്ച് മറക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കുറച്ചു നേരം എന്തോ ആലോചിച്ചിരുന്നു. അത് ചിലപ്പോ അന്ന് സ്നേഹ ഡോക്ടറെ വിളിച്ച് വലിയടത്ത് ചെക്കപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു നിന്നെ ചെക്കപ്പിന് കൊണ്ട് തീരുമാനിച്ചിരുന്ന സമയത്ത് സാവിത്രിയമായി ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി വന്നത് പോലെ തന്നെയായിരിക്കും. അത് മാത്രമാണെന്ന് എനിക്ക് തോന്നില്ല. മൊത്തത്തിൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. മാത്രമല്ല, പതിവില്ലാതെ വലിയെന്നെ വിളിച്ചു പറഞ്ഞ 2-3 മാസത്തേക്ക് വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളും ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികളും ഒക്കെ കൊണ്ടുവയ്പ്പിച്ചു. ഒക്കെ സ്റ്റോർ റൂമിൽ കയറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ 1-2 ദിവസത്തിൽ കൂടുതൽ സാധനങ്ങൾ കടയിൽ നിന്ന് എടുപ്പിച്ചോണ്ട് വന്നാല് ആവശ്യത്തിനുള്ളത് എടുപ്പിച്ചാൽ പോലെയെന്ന് ചോദിക്കുന്ന ആളാ. അതുപോലെ കണ്ണനെ ഇന്ന് കുറെ ഉപദേശിച്ചു. സ്വന്തമായിട്ട് വിളമ്പ് കഴിച്ചോണം, കഴിച്ചു കഴിഞ്ഞാൽ തന്നെ താൻ പാത്രം കഴുകി വെച്ചോണം, ഏട്ടത്തിമാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. വിശപ്പുണ്ടെങ്കിൽ തന്നെ താൻ വിളമ്പ് കഴിച്ചോണം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കയറിപ്പോയി. ഞാൻ കണ്ണനോട് ഇത്തിരി ചൂടായി. എല്ലാ കാര്യങ്ങളും ഓരോരുത്തരെ പറഞ്ഞ് ഏൽപ്പിച്ച് സ്വയം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന പോലെ എനിക്ക് തോന്നിയത്. അത് ദേവിച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിലൊരു തർക്കം വേണ്ട ശിവേട്ടാ. ഇതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തില് അപ്പോഴത്തെ ദേവുട്ടിയുടെ കാര്യത്തിലെടുത്ത തീരുമാനം വലിയടത്തെ മാനസികമായി വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഷോക്കിൽ തോന്നിയൊരു ഒഴിഞ്ഞുമാറലായിരിക്കും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അല്ലാതെ എന്നേക്കുമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുമാറി നിൽക്കാൻ വലിയടത്തെ കൊണ്ട് കഴിയും തോന്നുന്നുണ്ടോ? വലിയടത്തേക്ക് മാത്രമല്ല, ഇപ്പൊ കാണിക്കുന്ന ഈ അകൽച്ചയും വാശിയൊന്നും അപ്പോഴത്തേക്കും തുടർന്നുകൊണ്ടോ കഴിയില്ല. അപ്പോഴത്തെ കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. നീ സമാധാനമായിട്ട് എല്ലാം ശരിയാവും. ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സും വിഷമിച്ച് ഉറക്കമുളച്ച് നിന്റെ നമ്മുടെ കുഞ്ഞിന്റെയും ആരോഗ്യ അപകടത്തിലാക്കിയില്ലേ? നീ തന്നെ തുടങ്ങി ഞാൻ നീതുമോളെ കുറിച്ച് ഓർക്കായിരുന്നു പറയട്ടെ. ഇനിയും ആ ഓർമ്മകൾ
മനസ്സിലെപ്പോഴും നടന്ന് വേദനിക്കരുതെന്ന് എന്നോട് പറഞ്ഞതല്ലോ ഞാൻ. നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാണ്ടായ അവൾ വളർന്നു വലുതാവുമ്പോ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെന്ന് അവൾക്ക് ഓർമ്മയുണ്ടാവോ പറയട്ടെ? അവളുടെ മനസ്സിൽ നമ്മൾ കൊടുത്ത സ്നേഹവും വാത്സല്യവും ഒക്കെ നിലനിൽക്കും. ഉണ്ടാവും ദേവി. നമ്മുടെ സ്നേഹവും വാത്സല്യവും നമ്മുടെ മുഖമൊന്നും ദൈവമോടെ മനസ്സിൽ നിന്ന് മായാനിടയില്ല. പക്ഷേ നമ്മളെ കുറിച്ച് എന്തൊക്കെയാവും അപ്പോ അവളെ പറഞ്ഞ് ബോധ്യപ്പെടാൻ പോണെന്നറിയില്ല. ചിലപ്പോ അപ്പു പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അപ്പുവിനെ ചതിച്ച് ദൈവകുട്ടിയെ സ്വന്തമാക്കാൻ ശ്രമിച്ച വിശ്വാസവഞ്ചകരായ അച്ഛനും അമ്മയും ആയിന്നും വരാം നമ്മള്. എന്തായാലും നമ്മുടെ ശരീരങ്ങൾ പട്ടണിയിൽ എരിഞ്ഞു തീർന്നാലും നമ്മുടെ ആത്മാവിലെത്തും നമ്മുടെ ദൈവത്തിന്റെ ഓർമ്മയുണ്ടാവും. അതൊന്നും ഒരിക്കലും ആയില്ല ദേവി. ഇങ്ങനെ തൊട്ടടുത്തുണ്ടായിട്ടും അവളെ സ്നേഹിക്കാനോ നെഞ്ചോട് ചേർത്ത് പിടിക്കാനോ കഴിയാത്ത ഈ ജീവിതം നമുക്ക് വേണോ ബാലേട്ട? എന്താ ബാലേട്ടൻ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞ നേരം അവളില്ലാതെ നമ്മുടെ ദൈവകുട്ടിയില്ലാതെ ഈ സാന്ത്വനം വീട്ടിൽ എങ്ങനെ ശ്വാസം മുട്ടി നമ്മൾ ജീവിക്കും ദേവി? ബാലേട്ടൻ എന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ എങ്ങോട്ട് വിളിച്ചാലും താൻ എന്നോടൊപ്പം ഉണ്ടാവും. ഉണ്ടാവും. അത് മരണത്തിലേക്കാണെങ്കിൽ പോലും ഞാനുണ്ടാവും ബാലേട്ടനൊപ്പം. എല്ലാം അവസാനിപ്പിച്ച യാത്രയാവും മുമ്പേ ചിലതുകൂടി ചെയ്തു തീർക്കാനുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പൊ മനസ്സിന് എന്തോ ഒരു ശാന്തത കിട്ടിയ പോലെ തോന്നല്. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. മനസ്സിനൊട്ടും ഭാരമില്ലാത്ത പോലെ. ആ, എന്നാ താൻ കിടന്നോ. മനസ്സിനൊരു ഭാരമില്ലാതെ കിടന്നു വയ്ക്കും. ഗുഡ് മോർണിംഗ് ശ്രീരേഖ. നാളെ മുതൽ 1/2 ലിറ്റർ പാല് മതിയാവും കേട്ടോ. അതെന്താ നാളെ മുതൽ 1/2 ലിറ്റർ പാല് മതി എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കും 1/2 ലിറ്റർ മതിയാവില്ലല്ലോ. എന്തിനാ വലിയ നാളെ മുതൽ പാല് കുറയ്ക്കുന്നത്? അത് പിന്നെ ദൈവത്തിന്റെ ആരോഗ്യത്തിന് ആട്ടുപാൽ കൊടുക്കുന്നത് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് വീട്ടിലേക്കുള്ള പാലത്തിനെ കുറയ്ക്കുന്നത് അളവൊന്നും കുറയ്ക്കേണ്ട മണി. അതുപോലെ തന്നെ കൊടുത്തു. ശരി ശിവ. മണി, ഓ ഇനി ഇങ്ങനെ സൈക്കിളൊക്കെ കൊണ്ട് നടന്നാൽ മതിയോ? കൊല്ലം കുറെ ആയില്ലേ. ഇപ്പൊ പലരും മോട്ടോർ ബൈക്കിലൊക്കെ പാല് സപ്ലൈ ചെയ്യുന്നത്, അതും 1 ലിറ്ററിന്റെ 1/2 ലിറ്ററിന്റെ കുപ്പികളാക്കി കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ എനിക്ക് മോഹൻ ശിവ. പക്ഷെ ഇതും കൊണ്ട് നടന്നിട്ട് തന്നെ പശുക്കളെ വാങ്ങിയത് ലോൺ അടച്ചെടുക്കാൻ കഷ്ടപ്പെടും. എന്നാ ഞാൻ വരട്ടെ. അക്കൗണ്ടിനെ കണ്ട് കണക്കുകൾ ഏൽപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടിട്ട് അരിയൊന്നും കാണുന്നില്ല. ശത്രു സാധാരണ അക്കൗണ്ടന്റ് സാറിനെ കാണാൻ പോയാൽ തിരിച്ചു വരാനുള്ള സമയം ആയില്ലല്ലോ പറയട്ടാ. പിന്നെ ഗോഡൌണിൽ സ്റ്റോക്കുകൾ ചെക്ക് ചെയ്തിട്ട് തീർന്നിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നീ അരി ഏൽപ്പിച്ചാൽ മതി. അതെന്താ സാധാരണ സ്റ്റോക്ക് തീർന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ബാലേട്ടനെ ഏൽപ്പിച്ചാൽ മതി എന്നല്ലേ പറയാറ്? ഇതിപ്പോ എന്താ അരി ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞേ? പഴയതുപോലെ സ്റ്റോക്ക് എടുപ്പിന്റെ കണക്ക് ചെക്കിയിലും ലോഡ് ഓർഡർ ചെയ്ത് വരുത്തിലൊക്കെ കുറച്ച് ദിവസത്തേക്ക് നീ കാര്യം കൂടെ ചെയ്താൽ മതി. പിന്നെ പിള്ളച്ചേട്ടൻ ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ നിനക്കും വേണം. അതിന് പ്രത്യേകം പറയണോ ബാലേട്ടാ? ഞാനെപ്പോഴും മാമൻ ഉണ്ടായിരുന്ന പോലെ തന്നെയാ കടയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കണ്ണന് ചെന്നൈയിൽ പോയി കമ്പനി തുടങ്ങുന്നതിനേക്കാളും നല്ലത് ഇവിടെ കൃഷ്ണ സ്റ്റോഴ്സ് നടത്തിക്കൊണ്ട് പോകുന്നതായിരുന്നു. ഹരി ജോലിക്ക് കൊച്ചിയിലേക്ക് പോയാൽ പിന്നെ ബാലേട്ടനെ കടയിൽ സഹായിക്കാൻ ഒരാളായനെ. അങ്ങനെയൊക്കെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷേ കണ്ണനിപ്പോ കട നോക്കാനൊന്നും ഒരു താല്പര്യമില്ല. എന്താ അക്കൗണ്ടന്റ് എന്താ പറഞ്ഞു? കണക്കുകൾ മൊത്തം വെരിഫൈ ചെയ്തിട്ട് ബാലേട്ടനെ വിളിക്കാൻ പറഞ്ഞു. എന്തിനാ എന്നെ വിളിക്കണേ? നിന്നെ വിളിക്കാൻ പറഞ്ഞ പറയുന്നോട് ഹരി. സാധാരണ ഏട്ടനെ വിളിക്കാറ്. ബാലേട്ടോടൊപ്പം